കാൽ നൂറ്റാണ്ടായിട്ട് 30 വർഷം 30 29 അതെ 3 പതിറ്റാണ്ടായിട്ട് SNDP യോഗത്തിൻ്റെ നേതൃസ്ഥാനത്ത് ഇരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളും ഇന്ന് കേരള സമൂഹത്തിൽ അനഭിലഷണീയങ്ങളായിട്ടുള്ള പല പ്രവണതകൾക്കും ചൂട്ടുപിടിച്ചു കൊടുക്കുന്ന ഒരു ദുർഘട സന്ധി അതിലൂടെയാണ് ഈ സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം SNDP യോഗത്തിൻ്റെ സുവിദിതമായ ലക്ഷ്യമാണ്, ധർമ്മമാണ്. അതിനു വേണ്ടിയിട്ട് എല്ലാ കാലത്തും തുല്യദുഃഖിതരായിട്ടുള്ള വിവേചനങ്ങൾക്ക് വിധേയമായി പിന്നാക്കം തള്ളിപ്പോയിട്ടുള്ള വിഭാഗങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള പോരാട്ടങ്ങൾ അതിന് SNDP യോഗം ഒരു തലവണ്ടിയായി കേരള സമൂഹത്തിൽ പ്രവർത്തിച്ചു വന്നിട്ടുണ്ട്. ആ പോരാട്ടം തുടർന്നുകൊണ്ടു പോകേണ്ടതും അത്യാവശ്യമാണ്. പിന്നോക്ക വിഭാഗങ്ങൾക്കെതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന പല വിധത്തിലുള്ള സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളിൽ അഭിപ്രായം പറയാനും വിമർശനാത്മകമായിട്ട് ആ വിഷയങ്ങളെ സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാനുമൊക്കെ SNDP യോഗത്തിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾക്ക് ബാധ്യതയുണ്ട്. എല്ലാ കാലത്തും അവരതൊക്കെ പാലിച്ചു കൊണ്ട് പോന്നിട്ടുമുണ്ട്. പക്ഷേ ഏതെങ്കിലും സാമൂഹ്യനീതിക്ക് വേണ്ടിയിട്ട് ഈ സമുദായത്തിൻ്റെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാണിക്കുവാനും അവതരിപ്പിക്കുവാനും ശ്രമിക്കുമ്പോൾ അത് ഏതെങ്കിലും സാമൂഹ്യ വിഭാഗത്തെയോ മതവിഭാഗത്തിലോ വിദ്വേഷം ജനിപ്പിക്കത്തക്ക വിധത്തിലുള്ള ശൈലിയിൽ പ്രതികരിക്കുകയും അങ്ങനെ സാമൂഹ്യ വിഭാഗങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ മതവിഭാഗങ്ങൾ തമ്മിൽ ഒരു വിദ്വേഷത്തിൻ്റെതായ അന്തരീക്ഷം രൂപപ്പെടുത്തുന്ന വിധത്തിലുള്ള നടപടികളും വാക്കും പ്രവൃത്തിയും അത് കേരള സമൂഹത്തിന് യോജിച്ചതല്ല. ശ്രീനാരായണ ദർശനങ്ങൾക്കും ശ്രീനാരായണ കാഴ്ചപ്പാടുകൾക്കും ഒട്ടും അനുയോജ്യമായിട്ടല്ല. ആ രൂപത്തിലാണ് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ ചില ശൈലികൾ സ്വീകരിച്ചു കാണുന്നത്. അതിൽ ഈ കേരള സമൂഹം മൊത്തം ഉത്കണ്ഠപ്പെടുന്ന നാളുകളിലൂടെയാണ് ഞങ്ങളെല്ലാവരും കൂടി ഈ വിഷയത്തിൽ സംയുക്തമായിട്ട് പ്രതികരിക്കണം എന്ന് ആഗ്രഹിച്ച് നിങ്ങളെ അഭിസംബോധന ചെയ്യണമെന്ന് തീരുമാനിച്ചത്. ഇവിടെ മുസ്ലിം സമുദായം എന്ത് നേടിയിരിക്കുന്നു, എന്തെല്ലാം നേടി, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലേ എന്ന മട്ടിൽ നാഴികയ്ക്ക് 40 വട്ടം അദ്ദേഹം ഇവിടെ പരിതപിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണാൻ കഴിയുക. ആ മെസ്സേജ് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നതോടൊപ്പം ഈ സമുദായത്തിന് നേതൃസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഈ സമുദായത്തിന് എന്ത് നേടാൻ വേണ്ടിയിട്ട് അദ്ദേഹം പരിശ്രമിച്ചു എന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. മുസ്ലിം സമുദായത്തിന് സ്വാഭാവികമായിട്ടും മലപ്പുറം പോലുള്ള ജില്ലകളിൽ മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശമാണ്. അവിടെ സമ്പന്നരായ മുസ്ലിങ്ങളുണ്ട്. മറ്റ് സമുദായങ്ങൾ അവരുടെ സമുദായത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ രൂപപ്പെടുത്തുന്ന ട്രസ്റ്റുകളോ രൂപപ്പെടുത്തിക്കൊണ്ട് അതിലൂടെ ലഭ്യമാകുന്ന സമ്പത്ത് ആ സമുദായത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് കൂടുതൽ അസറ്റ് ക്രിയേഷന് വേണ്ടിയിട്ട് വെദർ ഇറ്റ് ബി ബൈ വേ ഓഫ് സ്കൂൾസ്, കോളേജസ് ഓർ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെയെല്ലാം സമ്പാദിച്ച് സ്വരുക്കൂട്ടി അവരുടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ ഇവിടെ വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരും അതുപോലെ കുടുംബാംഗങ്ങളും എല്ലാം ചേർന്ന് ശ്രമിക്കുന്നത് സർക്കാരിൻ്റെ കയ്യിൽ നിന്നും ആനുകൂല്യങ്ങൾ കൈപ്പറ്റുക, അതിനു വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചെയ്യുക എന്നതിന് പകരം ഒരപേക്ഷ പോലും എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് ഏതോ പത്രക്കാർ ചോദിച്ചപ്പോൾ ആ പത്രക്കാരനെ തല്ലാൻ ചെല്ലുന്ന അവസ്ഥ നമ്മൾ കാണുകയുണ്ടായി. അദ്ദേഹം അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട് ധാരാളം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അത് ഈ പറഞ്ഞ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനും പറ്റിയല്ല. അദ്ദേഹം അപേക്ഷകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കഴിയുന്നത്ര ബാർ ഹോട്ടലുകൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സാമന്തന്മാർക്കും ഒക്കെ മേടിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ധാരാളമായ അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട്. ആ അപേക്ഷകളിലൊക്കെ അദ്ദേഹം കാര്യമായി വിജയിച്ചിട്ടുണ്ടെന്നാണ്
പല വിധത്തിലുള്ള വാർത്തകൾ കൊണ്ട് നമ്മൾ കാണുന്നതും പ്രവൃത്തികൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നതും. അതുകൊണ്ട് ശ്രീനാരായണ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിലേക്ക് ഏതെങ്കിലും സാമൂഹ്യ വിഭാഗത്തിനെതിരെ വിദ്വേഷപരമായിട്ടുള്ള പരാമർശനങ്ങളും ആഹ്വാനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ട് സമൂഹത്തിൽ കാലുഷ്യത്തിൻ്റെതായിട്ടുള്ള ഒരു അന്തരീക്ഷം രൂപപ്പെടുത്തുക എന്ന് പറയുന്ന പ്രവൃത്തി വെള്ളാപ്പള്ളി നടേശൻ അവസാനിപ്പിക്കണം. അദ്ദേഹത്തിൻ്റെ ഇത്തരം പ്രവൃത്തികൾ വെച്ച് ഏതെങ്കിലും സമൂഹത്തിനും സമുദായത്തിനും ഉണ്ടായിട്ടുള്ള മനോവ്യതയ്ക്ക് ഈ സമുദായത്തിന് ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് ശ്രീനാരായണ സമൂഹത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ അവരോട് മാപ്പ് ചോദിക്കുകയാണ്. അതിൽ പരം ഞങ്ങൾ എന്താണ് ഇപ്പോൾ ചെയ്യാൻ സാധിക്കുക? അതോടൊപ്പം ഒരു കാര്യവും കൂടി, ഈ ശ്രീനാരായണ സമൂഹത്തിന് അവരുടെ പ്രസ്ഥാനമായ SNDP യോഗത്തിനും SN ട്രസ്റ്റിനും ഒക്കെ സംബന്ധിച്ച് ലഭിക്കേണ്ട നിയമപരമായിട്ടുള്ള സംരക്ഷണത്തിനും അവകാശങ്ങൾക്കും വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ധാരാളമായിട്ടുള്ള വ്യവഹാരങ്ങൾ, കേസുകളുണ്ട്. ആ കേസുകളിലെല്ലാം സർക്കാർ സ്വീകരിക്കേണ്ട കൃത്യമായ നടപടികളും നിലപാടുകളും ഒന്നും സ്വീകരിക്കാതെ വർഷങ്ങളായി, ദശകങ്ങളായി അതെല്ലാം കോൾഡ് സ്റ്റോറേജിൽ വെച്ചിരിക്കുക. അതൊന്നും പുറത്തെടുക്കാൻ സമ്മതിക്കില്ല. ഏതാണ്ട് 100-ലധികം കേസുകളിൽ പ്രതിയായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനെ ആദരിക്കാൻ വേണ്ടിയിട്ട് വാസവൻ മന്ത്രിയും വാസവൻ മന്ത്രിയാണ് നയിച്ചത്. വാസവൻ മന്ത്രിയും മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും എല്ലാവരും ചേർന്ന് അദ്ദേഹത്തിന് പട്ടും വളയും ചാർത്താൻ വേണ്ടിയിട്ട് കടിച്ചുവിളക്കയിലേക്ക് തീർത്ഥാടനം പോകുന്നത് കാണുകയുണ്ടായി. വളരെ ഖേദകരമാണ്, അപഹാസ്യമാണ്. പട്ടുമളയും ചാർത്തി SNDP യോഗത്തിൻ്റെ ഒരു ജനറൽ സെക്രട്ടറിയെ പണ്ട് പ്രിൻസ് ഓഫ് വെയിൽസ് ബ്രിട്ടീഷ് രാജകുമാരൻ ആദരിച്ചിട്ടുണ്ട്. 1922 മാർച്ചിലാണ്. അന്ന് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യ അവരോടൊപ്പം കൂടിച്ചേർന്ന് നിന്നതുകൊണ്ട് അതിനുള്ള സന്തോഷം പ്രകടിപ്പിക്കാനായിട്ട് പ്രിൻസ് രാജകുമാരൻ ലോകമെമ്പാടും അവരുടെ സഖ്യരാഷ്ട്രങ്ങളിൽ സന്ദർശനം നടത്തിയ കൂട്ടത്തിൽ ഇന്ത്യയിൽ വന്നു. ആ കൂട്ടത്തിൽ മദ്രാസിൽ ഐ തിങ്ക് ഇറ്റ് ഇസ് ഇൻ എ കോളേജ്, മദ്രാസിലെ ക്രിസ്ത്യൻ കോളേജിലാണെന്ന് എനിക്ക് തോന്നുന്നു. മദ്രാസിലൊരു കോളേജിൽ വന്നു. അവിടെ കുമാരനാശാൻ, അന്ന് ജനറൽ സെക്രട്ടറി ആയിരുന്ന കുമാരനാശാനെ ക്ഷണിച്ചു വരുത്തി അദ്ദേഹത്തിന് പട്ടും വളയും കൊടുത്ത് ആദരിച്ചത് ഒരു ചരിത്രം എനിക്ക് ഈ വെള്ളാപ്പള്ളി നടേശന് പൊന്നാട ചാർത്താനും അദ്ദേഹത്തെ ശ്രീനാരായണ ഗുരുദേവന്റെ യഥാർത്ഥ പിൻഗാമിയായിട്ട് അവതരിപ്പിക്കാനും വേണ്ടിയിട്ട് പാടുപെട്ട് വെള്ളാപ്പള്ളിയും കൂട്ടരും കൂടെ കടിച്ചുകുളങ്കര കൂടിയപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത് പഴയ ഈ ചരിത്രമാണ്. ഈ അപഹാസ്യമായിട്ടുള്ള നടപടികളിൽ നിന്നും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ദയവ് ചെയ്ത് പിന്മാറണം. SNDP യോഗത്തിന് നിയമപരമായി ലഭിക്കേണ്ടതായിട്ടുള്ള സംരക്ഷണങ്ങൾ ലഭിക്കണം.